മലയാളം സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫോർട്ട് കൊച്ചിയിൽ കാറ്റുകൊണ്ടിരിക്കുമ്പോഴാണ് സുഹൃത്ത് സ്റ്റീവൻ ചൈതന്യപ്രഭുവിനെ പരിചയപ്പെടുത്തിയത്. ടൂറിസ്റ്റുകൾക്ക് കപ്പലണ്ടി വിൽക്കുകയാണ് ചൈതന്യപ്രഭു. ഇയാളുടെ അപ്പൂപ്പന്റേതാണ് ആ ബംഗ്ലാവ്. സ്റ്റീവൻ വിരൽ ചൂണ്ടി. തകർന്നു തുടങ്ങിയ കൂറ്റനൊരു ബംഗ്ലാവ്. ഇന്നും ഇയാൾക്ക് അതിൽ ഷെയറുണ്ട്. എങ്കിലത് വിറ്റാൽ പോരെ? കപ്പലണ്ടി വിറ്റ് നടക്കുന്ന എന്തിന്? ഞാൻ ചോദിച്ചു. പക്ഷേ കൈവശാവകാശത്തിന്റെ ഒരു രേഖയുമില്ല, സ്റ്റീവൻ പറഞ്ഞു. അപ്പൂപ്പൻ വയസ്സാങ്കാലത്ത് നാടുവിട്ടതാണ്. 10-60 കൊല്ലം മുൻപ്. ചൈതന്യപ്രഭുവാണ് അത് പറഞ്ഞത്. രേഖയും കൊണ്ടുപോയോ? ഞാൻ ചോദിച്ചു. ഒരു ഭാണ്ഡവും എടുത്തു. അതിൽ പല രഹസ്യങ്ങളും ഉണ്ടായിരുന്നത്രേ. രേഖയും അതിൽ കാണുമായിരിക്കും. ഇയാളുടെ അച്ഛൻ കോടീശ്വരനായിരുന്നു. അച്ഛനും വല്യച്ഛന്മാരും എല്ലാം, സ്റ്റീവൻ പറഞ്ഞു. എന്നിട്ട് എന്തു പറ്റി? എന്തു പറ്റാൻ? കർമ്മദോഷം. ചൈതന്യപ്രഭു ഓർക്കാൻ താല്പര്യമില്ലെന്ന മട്ടിൽ പറഞ്ഞു. അപ്പോൾ ഒരു സായിപ്പ് ദമ്പതികൾ നടന്നു വന്നു. മനോഹരമായി ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് അയാൾ വെള്ളക്കാരെയും നയിച്ച് എങ്ങോട്ടോ പോയി. സ്റ്റീവൻ അപ്പോഴാണ് ആ കഥ പറഞ്ഞത്. ഗോപാലപ്രഭു എന്ന മനുഷ്യന്റെ കഥ. ചൈതന്യപ്രഭുവിന്റെ അപ്പൂപ്പനായിരുന്നു ഗോപാലപ്രഭു. സമ്പത്തിന്റെ കാര്യത്തിൽ ഗോപാലപ്രഭു അക്ഷരാർത്ഥത്തിൽ പ്രഭു തന്നെയായിരുന്നു. പരമദരിദ്രവാസികളായിരുന്നു ഗോപാലപ്രഭുവിന്റെ മുൻതലമുറ. മട്ടാഞ്ചേരിയിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വന്ന കൊങ്കിണികളിൽ മിക്കവരും രക്ഷപ്പെട്ടു. ഗോപാലപ്രഭുവിനെയും കുടുംബത്തെയും മാത്രം ഭാഗ്യം അനുഗ്രഹിച്ചില്ല. ഫോർട്ട് കൊച്ചിയിൽ താവളമുറപ്പിച്ച ഒരു പഴയ പോർച്ചുഗീസ് കുടുംബത്തിന്റെ സൂക്ഷിപ്പുകാരായി ഗോപാലപ്രഭുവിന്റെ മുൻതലമുറ. ഭീമാകാരമായ ആ വലിയ ബംഗ്ലാവിന്റെ അവസാന ഉടമയായിരുന്ന സായിപ്പ് 1945 മരിച്ചു. അതിനുശേഷമാണ് ഗോപാലപ്രഭുവിന്റെ കുടുംബത്തെ ഭാഗ്യം അനുഗ്രഹിച്ചത്. ചെറിയ രീതിയിൽ ഗോപാലപ്രഭുവിന്റെ മക്കൾ തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം വലിയ തോതിൽ പച്ചപിടിച്ചു. തൊടുന്നതെല്ലാം പൊന്നായി. ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് തോന്നിയ ബിസിനസ്സുകൾ പോലും ഗോപാലപ്രഭുവിന്റെ മക്കൾ തൊട്ടാൽ പറന്ന് പന്തലിക്കുമെന്ന നിലവന്നു. കൊച്ചിയിൽ തുടങ്ങിയ ബിസിനസ് സാമ്രാജ്യം മുംബൈയിലും ഗുജറാത്തിലും ഗോവയിലുമെല്ലാം വേരാഴ്ത്തി. കമ്പ്യൂട്ടർ, ടൂറിസം, ഹോട്ടൽ തുടങ്ങിയ ഏത് രംഗത്തും ഗോപാലപ്രഭുവിന്റെ മക്കൾക്ക് സ്വന്തം സ്ഥാപനങ്ങളുണ്ടായി. ഗോപാലപ്രഭു പക്ഷേ ഫോർട്ട് കൊച്ചിയിലെ ഇടിയാറായ ആ വമ്പൻ ബംഗ്ലാവിന്റെ സൂക്ഷിപ്പുകാരനായി തുടർന്നു എന്നതാണ് അത്ഭുതം. ഒക്കെ കളഞ്ഞ് ഞങ്ങൾക്കൊപ്പം വന്ന് താമസിക്കുവാനുള്ള മക്കളുടെ ക്ഷണമെല്ലാം അയാൾ നിരസിച്ചു. ബംഗ്ലാവിന്റെ പുറത്തുള്ള പഴയ ഔട്ട് ഹൗസിലായിരുന്നു താമസം. ബംഗ്ലാവിലെ സായിപ്പിന്റെ മുറി ഗംഭീരമായി സൂക്ഷിക്കുക എന്നതാണ് ഗോപാലപ്രഭുവിന്റെ പണി. അയാളുടെ മേശവിരി, ബെഡ്ഷീറ്റ് ഇവയെല്ലാം കൃത്യമായി മാറണം. 2 ആഴ്ചയ്ക്കൊരിക്കൽ കഴുകണം. വർഷത്തിലൊരിക്കൽ ഉപേക്ഷിച്ച് പുതിയത് വാങ്ങണം. സായിപ്പ് വലിച്ചിരുന്ന പൈപ്പ് ദിവസവും തുടച്ച് പുതിയ പുകയില നിറച്ചു വയ്ക്കണം. മുറിയെല്ലാം അടിച്ചു വൃത്തിയാക്കണം. എല്ലാം ഗോപാലപ്രഭു സ്വന്തമായി ചെയ്തു പോന്നു. ചിലപ്പോൾ സഞ്ചാരികൾ ബംഗ്ലാവ് തുറന്നു കാണിക്കാൻ അയാളെ നിർബന്ധിക്കാറുണ്ട്. ചിലർ കളക്ടർ ഉൾപ്പെടെ വലിയ അധികാരികളുടെ എല്ലാം ഉത്തരവ് വാങ്ങിയാണ് എത്തുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. കൃത്യമായി പ്രഭുവിന് തോന്നണം സന്ദർശകർ മാന്യന്മാരാണെന്ന്. എങ്കിൽ ചിലപ്പോൾ കാണിച്ചേക്കും. പക്ഷേ സായിപ്പിന്റെ മുറിയിലേക്ക് പ്രവേശനമില്ല. അത് കട്ടായം. സായിപ്പ് മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പാണ് വീടും പറമ്പും മറ്റും ഗോപാലപ്രഭുവിന്റെ പേരിലേക്ക് മാറ്റിയത്. എന്നിട്ട് പറഞ്ഞു, ഡാ, എനിക്കിനി അധികകാലമില്ല. എനിക്കിനി ആരാ ഈ രാജ്യത്ത്? എല്ലാം നിന്റെ പേരിലിരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം, നീ മരിക്കുന്നതുവരെ ഈ കെട്ടിടം മറ്റാർക്കെങ്കിലും വിൽക്കരുത്. നിന്റെ സമ്മതത്തോടെ എന്റെ മുറിയിൽ മറ്റാരെയും കിടത്തുകയും അരുത്, നീ ചാകുന്നതുവരെ. പിന്നെ നിനക്ക് തോന്നും പോലെ. എനിക്ക് ഈ ഫോർട്ട് കൊച്ചി വിട്ടുപോകാൻ വയ്യടാ. അതുകൊണ്ടാ അങ്ങനെ ചെയ്യണം. നിനക്കും കുഞ്ഞുങ്ങൾക്കും നല്ലതേ വരൂ. കൊച്ചി വിട്ടുപോകാൻ വയ്യെന്ന് സായിപ്പ് വാശി പിടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ മദാമയും മക്കളും 10-30 കൊല്ലം മുൻപ് നാട്ടിലേക്ക് മടങ്ങി. 10-12 കൊല്ലം കത്തും മറ്റുമുണ്ടായിരുന്നു. പിന്നെ അതും നിന്നു. പിന്നെ ഒരു വിവരവും ഉണ്ടായിട്ടില്ല. ടൂറിസം വകുപ്പും മറ്റും കെട്ടിടം സംരക്ഷിച്ചേക്കാമെന്ന് പറഞ്ഞു വന്നു. പ്രഭു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മക്കൾക്കും ചെറുമക്കൾക്കും അയാളുടെ നിലപാടിൽ അമർഷമുണ്ട്. ചെറുമക്കളാകട്ടെ അപ്പൂപ്പന്റെ നിലപാടിനെ പരിഹസിക്കുകയും പ്രാന്തെന്ന് ആക്ഷേപിക്കുകയും ചെയ്യാറുണ്ട്. കർത്തവാവ് ദിവസം ചില രാത്രികളിൽ സായിപ്പിനെ കണ്ട പഴമക്കാരുണ്ട്. ചീനവല വലിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കടലിന്റെ ഒരു വശത്ത് നിന്നും മൃദുവായി ഓളമുണ്ടാകുന്നത്. അത് തീരത്തേക്ക് അലിക്കുമ്പോൾ സാധാരണ ഒരിക്കലും ഉണ്ടാകാത്ത മനോഹരമായൊരു താളമാണ്. ഏതോ അറിയാത്ത സംഗീതത്തിന്റെ അടിയൊഴുക്ക്. അപ്പോഴേക്കും വല വലിക്കുന്നവർക്ക് മനസ്സിലാകും കടലിൽ എവിടെയോ നിന്ന് സായിപ്പ് കരയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന്. സംഗീതം സായിപ്പിന് വലിയ ഇഷ്ടമാണ്. സ്വയം പാട്ടുപാടി ആനന്ദിച്ചാണ് കരയിലേക്ക് കയറുന്നത്. പിന്നെ നേരെ ഒരു നടപ്പാണ് ബംഗ്ലാവിലേക്ക്. ചിലർ ധൈര്യം സംഭരിച്ച് ഒരുമിച്ച് പിന്തുടർന്നിട്ടുണ്ട്. ഇതുവരെ സായിപ്പ് ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കിയിട്ടില്ല. ആരെയും പേടിപ്പിച്ചിട്ടുമില്ല. ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും പ്രേതങ്ങൾ അലഞ്ഞു നടക്കാറുണ്ടെന്ന് കഥകളുണ്ട്. ചിലർ പേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സായിപ്പ് ആരെയും പേടിപ്പിച്ചിട്ടില്ല. പാട്ട് സായിപ്പെന്നാണ് മീൻപിടുത്തക്കാരും നാട്ടുകാരും ഇതിനെ വിളിക്കുന്നത്. കടലിൽ നിന്ന് കയറി സായിപ്പ് മെല്ലെ വീട്ടിലേക്ക് നടക്കും. ഗേറ്റ് അപ്പോൾ ശബ്ദമില്ലാതെ തുറക്കും. സായിപ്പ് കയറുമ്പോൾ സ്വയം അടയും. ഔട്ട് ഹൗസിന്റെ വെളിച്ചത്തിൽ കത്തുന്ന ബൾബിന്റെ ചുവട്ടിൽ അയാൾ നിൽക്കും. അപ്പോൾ ബൾബിന്റെ പ്രകാശം ചുവപ്പ് നിറത്തിലായിരിക്കും. അപ്പോൾ ഗോപാലപ്രഭു ഇറങ്ങി വരും. സായിപ്പ് ചിരിക്കും. കൈ കൊടുത്ത് കുശലം ചോദിക്കും. പ്രഭു സലാം കൊടുക്കും. ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയതിനെ സായിപ്പ് സോറി പറയും. പിന്നെ പുറത്തു തട്ടി പോയി കിടന്നുറങ്ങാൻ പറയും. പിന്നെ സായിപ്പിന്റെ മുറിയിൽ മെഴുകുതിരി തെളിയും. പഴയ ഗ്രാമഫോണിൽ നിന്നെന്ന വിധം പരദേശി സംഗീതം മെല്ലെ ഒഴുകും.
പൈപ്പും കടിച്ചു പിടിച്ച് ചാരുകസേരയിൽ ജനാലയ്ക്ക് സമീപം സായിപ്പ് ഇരിക്കും. സായിപ്പിന്റെ ആടുന്ന നിഴൽ വഴിയിലൂടെ പോകുമ്പോൾ ആർക്കും കാണാം. പുലരാറാകുമ്പോൾ മുറിയിലെ വിളക്ക് കെടും. പക്ഷേ ഗോപാലപ്രഭു അതൊക്കെ ആൾക്കാരുടെ ഓരോ ഭാവനാവിലാസമെന്ന് കരുതി തള്ളുകയാണ് പതിവ്. അടുത്ത സുഹൃത്തുക്കളോടൊക്കെ അയാൾ പറയും, സായിപ്പ് ചത്തിട്ട് 19 കൊല്ലമായി. ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. പിന്നല്ലേ ഈ കഥകൾ. എങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സൂക്ഷിപ്പുകാരനായി തുടരുന്നു? അങ്ങനെ പറയരുത്. ആ സായിപ്പിന് കൊടുത്ത വാക്കാണ്. പാലിച്ചില്ലെങ്കിൽ നെറുകേടാവും. പണ്ടെങ്ങോ ചാകുന്നതിന് മുമ്പ് ആർക്കും ഒരു വാക്ക് കൊടുത്തെന്ന് കരുതി. തലമുറകളായി ഞങ്ങൾ സായിപ്പിന്റെ കുടുംബം സൂക്ഷിക്കുന്നു. ചാകും വരെ ഞാനത് നോക്കും. എന്റെ നെറി എന്ന് കരുതിയാൽ മതി. ഒരു ദിവസം ഗോപാലപ്രഭു ഉണർന്നു നോക്കുമ്പോൾ ബംഗ്ലാവിന് സമീപം പിക്കാസും 2ാം നിലയിലേക്ക് എറിഞ്ഞു പിടിച്ച കയറും കണ്ടു. അത് കണ്ടപ്പോഴും സുഹൃത്തുക്കൾ ഉപദേശിച്ചു, നോക്ക്, കള്ളന്മാർ നോട്ടമിട്ടിരിക്കുകയാണ്. ഈ ബംഗ്ലാവിൽ സായിപ്പിന് നിധി ഉണ്ടെന്നുള്ളത് പൊതു സംസാരമാണ്. തടസ്സം നിൽക്കുന്ന നിങ്ങളെയും നിധിവേട്ടക്കാർ ചിലപ്പോൾ കാച്ചും. വളരെ അപകടമാണ് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം. ഗോപാലപ്രഭു അപ്പോഴും ചിരിച്ചു. സായിപ്പിനോടുള്ള വാക്കിന്റെ പുറത്താണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ എന്തെങ്കിലും ചെയ്യാൻ സായിപ്പ് സമ്മതിക്കില്ല. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. 10-20 തവണ കള്ളന്മാർ ഇതിനുള്ളിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ചില ശക്തിവിശേഷങ്ങൾ അവരെ തടയുന്നുണ്ടാകും. അല്ലാതെ ഞാനല്ല തടസ്സം. ചിലർ എന്നെ വന്ന് പ്രലോഭിപ്പിക്കും. കെട്ടിടത്തിന് നിലവറയുണ്ടോ എന്നൊക്കെ തിരക്കും. ഞാൻ സത്യം പറയും, ഉണ്ട്. സായിപ്പിന്റെ മുറിയിൽ നിന്നാണ് നിലവറയുടെ വാതിൽ തുടങ്ങുന്നത്. 2ാം നിലവറയിൽ നിന്നും 1ാം നിലവറയിലേക്കും അവിടുന്ന് താഴേക്കും പാതയുണ്ട്. അവിടെ നിധിയും അവ സംരക്ഷിക്കുവാൻ കാപ്പിരികളെയും കുടിയിരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതിന്റെ വിശദാംശം എനിക്കറിയില്ല. സായിപ്പ് തരാത്തതൊന്നും എനിക്ക് വേണ്ട. അതൊന്നും ഞാൻ തിരക്കേണ്ട കാര്യവുമില്ല. കൂടെയുള്ളവർ പറയും. ഇങ്ങനെ നിലവറയുടെ കഥ പറയുന്നത് അപകടമാണ്. ഒരിക്കലുമില്ല, ഗോപാലപ്രഭു പറയും. എനിക്കറിയാവുന്നത് ഞാൻ പറയുന്നു. ഇതൊന്നും സംരക്ഷിക്കുന്നത് എന്റെ വിഷയവുമല്ല. എനിക്ക് ഒറ്റയ്ക്ക് അതൊട്ട് ആവുകയുമില്ല. കഴിവും തന്റേടവുമുള്ളവർ കുത്തിയിളക്കി എടുത്തുകൊണ്ട് പൊക്കോട്ടെ. പക്ഷേ രാത്രി പുറത്തിറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. ഔട്ട് ഹൗസിനുള്ളിലായി ഒരു ബാത്റൂം ഉണ്ടാക്കണം. ഇനി ഒന്നിനും പോകുന്നില്ല. രാത്രിയിൽ ചിലരൊക്കെ വന്ന് തട്ടി വിളിച്ചിട്ടുണ്ട്. ഭ്രാന്തന്മാരോ കള്ളന്മാരോ ആരെങ്കിലും. എന്നെ അതൊന്നും പേടിപ്പിക്കില്ല. ചിലപ്പോൾ ബംഗ്ലാവിലെ പഴയ പ്രേതങ്ങളാകില്ലേ മുട്ടി വിളിക്കുന്നത്. പ്രേതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല കർമ്മങ്ങളുടെ ഫലം നേടിയവരെ നല്ല ശക്തികളെ സ്വാധീനിക്കൂ. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അസ്വാഭാവികമായ ഒന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. പക്ഷേ ഒന്നുണ്ട്, എനിക്കിവിടെ ശരിക്കും സംരക്ഷണമുണ്ട്. ഞാൻ എൻ്റെ ജീവിതകാലത്തുടനീളം ഇവിടെ ഉണ്ടാകുമെന്ന് കൊടുത്ത വാക്ക്. അത് അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഗോപാലപ്രഭു പറഞ്ഞു. സാഹിബ്, ആകണമെന്നില്ല. പക്ഷേ പ്രലോഭനമുണ്ടായാലും വാക്ക് മാറില്ലെന്ന എൻ്റെ വിശ്വാസത്തെ, നന്മയെ സംരക്ഷിക്കുന്ന ശക്തികളുണ്ട്. നന്മയുടെ ശക്തികൾ. അതൊരു പോസിറ്റീവ് ചിന്താഗതിയാണ്. എൻ്റെ കതകിന് മുന്നിൽ കൊട്ടിയവരൊക്കെ ഒരു തവണയിൽ കൂടുതൽ കൊട്ടിയിട്ടില്ല എന്നതാണ് രഹസ്യം. ആരോ തടസ്സപ്പെടുത്തുന്നത് പോലെ ഒറ്റക്കൊട്ടിൽ നിലയ്ക്കും. എന്നെ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ലാത്ത നന്മയുടെ ശക്തികൾ എനിക്ക് കാവലുണ്ട്. സായിപ്പിന്റെ കാപ്പിരികൾ, അതൊന്നും എനിക്കറിയില്ല. അതൊന്നും തിരക്കേണ്ട ആവശ്യവും എനിക്കില്ല. നിലവറയിൽ നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യവും എനിക്കില്ല. കൗതുകമല്ല, നമ്മുടെ ആർത്തി എന്ന് പറയുന്നതാവും ശരി. അതില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനെ നിലവറ നോക്കണം? വേറെ ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞില്ലേ, ആർക്കുമാകാം. ഞാൻ തടസ്സമല്ല. പക്ഷെ ഞാൻ അരുതെന്ന് പറയും. എൻ്റെ സമ്മതത്തോടെ ആരും അതിനകത്ത് കയറില്ല. കയറിയാൽ പിന്നെ വന്നനുഭവിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഗോപാലപ്രഭുവിന്റെ ചെറുമകനും 3 കൂട്ടുകാരും ബംഗ്ലാവിൽ തമ്പടിക്കാൻ ഇറങ്ങിയത്. അവർക്ക് ആ കെട്ടിടത്തിനുള്ളിൽ രാത്രി തങ്ങണമെന്ന് വാശി. ആയിക്കോട്ടെ എന്ന് ഗോപാലപ്രഭു പറഞ്ഞു. അവർ തന്നെ ആളെ നിർത്തി അവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കി പുതിയ മെത്തയൊക്കെ വാങ്ങിച്ചു. ടൂറിസ്റ്റുകൾക്ക് പറ്റിയ സ്ഥലമായിരിക്കും ഇത്, ചെറുമകൻ അപ്പൂപ്പനോട് പറഞ്ഞു. കോടികൾ വില വരും ഇതുപോലെ ഒരു കെട്ടിടത്തിനും സ്ഥലത്തിനും. ഇത് നന്നാക്കണം. ആയിക്കോളൂ, പക്ഷേ എൻ്റെ കാറ്റ് പോയിട്ട് അതുവരെ വന്ന് കണ്ട് നിർബന്ധമെങ്കിൽ താമസിച്ചിട്ട് തിരിച്ചു പൊയ്ക്കോളൂ. പക്ഷെ ഒരു കാര്യം, 2ാം നിലയിലേക്ക് പോകരുത്. അതെനിക്കിഷ്ടമല്ല. ഓ, എനിക്കറിയാം, സായിപ്പിൻ്റെ മുറി അറിയാമല്ലോ. ഓ യെസ്, ഞങ്ങൾ താഴെ താമസിക്കുന്നുള്ളൂ. പിള്ളേർക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ രാത്രി 4-5 പെഗ് വീതം വിട്ടു കഴിഞ്ഞപ്പോഴാണ് സായിപ്പിന്റെ മുറിയിൽ തന്നെ കയറണമെന്ന് കരുതിയത്. ആ മുറിക്ക് തീർച്ചയായും എന്തൊക്കെ രഹസ്യങ്ങളുണ്ടായിരിക്കും. മേ ബി കാപ്പിരികളെ കാവലിരുത്തിയിരിക്കുന്ന നിധി ആ മുറിയിലാകും. കാപ്പിരി മാങ്ങ, നമുക്കൊന്ന് തപ്പാം. നിന്റെ ഗ്രാൻഡ്പായുടെ വല്ല കീപ്പും അവിടെ താമസിക്കുന്നുണ്ടാവും. ശരിയാവില്ല, പുള്ളിക്ക് ഇഷ്ടമാവില്ല. ഇതൊക്കെ പഴയവരുടെ ചില ഭ്രാന്ത്. നിനക്ക് പേടിയുണ്ടോ? പേടിയോ? അത് പറഞ്ഞപ്പോൾ പ്രഭുവിന്റെ ചെറുമകന് കൊണ്ടു. 4 പേരും മുകളിലേക്ക് നടന്നു. തടി ഗോവണിയിലൂടെ അവർ കയറുന്ന ഉച്ച ഔട്ട് ഹൗസിലെ കട്ടിലിൽ കിടന്ന് ഗോപാലപ്രഭു കേട്ടു. അയാൾക്ക് എഴുന്നേൽക്കണമെന്നോ തടയണമെന്നോ തോന്നിയില്ല. താൻ വിലക്കിയിരുന്നു. നിർബന്ധിച്ച് തടയേണ്ട ആവശ്യമില്ല. മുറി പൂട്ടിയിരിക്കുകയാകും എന്നാണ് കരുതിയത്. പൂട്ടിയിരുന്നില്ല. വന്നവർ ടോർച്ചും മറ്റും കരുതിയിരുന്നു. മറ്റ് 3 പേരും സായിപ്പിന്റെ കട്ടിലിൽ കയറി കിടന്നു. അവർ ടോർച്ച് കൊണ്ട് അവിടെയെല്ലാം പരിശോധിച്ചു. ഇവിടെങ്ങും ഒന്നുമില്ലടാ. പക്ഷെ നല്ല മണം മുറിക്ക്. ചന്ദനത്തിന്റെ ഗന്ധം. കട്ടിലൊക്കെ ചന്ദനമാണ്. എങ്ങനെയെന്നറിയില്ല. അല്പം കഴിഞ്ഞ് ഗോപാലപ്രഭുവിന്റെ വശത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടി. അവിടെ നേരിയ മെഴുകുതിരി വെട്ടം. ചാരുകസേരയിൽ ഒരാളിരുന്ന് പൈപ്പ് വലിക്കുന്നു. തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയി. പേടിക്കണ്ട,
ഞാനിവിടെ താമസിക്കുന്ന ഒരാൾ. പേടിക്കണ്ട, ഇവിടെ വന്നിരിക്കൂ. മുറിയുടെ മൂലയിലെ കസേരയിൽ ചൂണ്ടി സായിപ്പ് പറഞ്ഞു. അവൻ്റെ ഗോപാലിൻ്റെ ചെറുമകനല്ലേ? മുറി മലയാളത്തിൽ സായിപ്പ് ചോദിച്ചു. അതെ എന്ന് പയ്യൻ തലയാട്ടി. നിങ്ങളെന്തിനാ ഈ മുറി പരിശോധിക്കാൻ ഇറങ്ങിയത്? വെറുതെ. എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ കിടക്കുന്ന നിന്റെ കൂട്ടുകാർക്കും നിനക്കും ഒന്നും സംഭവിക്കില്ല. അതൊന്നും നീതിയല്ല. പക്ഷേ മോനെ, നീ കാപ്പിരികൾ കാക്കുന്ന നിധി തേടിയല്ലേ വന്നത്? നിന്റെ മനസ്സിൽ അതുണ്ട്. പയ്യന് ദേഷ്യം വന്നു. ഇയാൾ പ്രേതമൊന്നുമല്ല, ഫ്രോഡാണെന്ന് തോന്നി. നിങ്ങൾക്കെന്താ ഇതിലൊക്കെ കാര്യം? നിങ്ങൾ എൻ്റെ അപ്പൂപ്പന് രാവിലെ വാടകയും കൊടുത്ത് സ്ഥലം വിട്ടാൽ മതി. ശരി, പക്ഷേ ഞാൻ വാടകയ്ക്കെടുത്ത റൂമിൽ നിന്റെ സുഹൃത്തുക്കൾ കിടക്കുന്നത് ശരിയാണോ? ഞാൻ അവന്മാരെയും വിളിച്ച് താഴെ പൊക്കോളാം. സായിപ്പിൻ്റെ ശബ്ദം ആർദ്രമായി. ഞാൻ ആർക്കും ഒരു ശല്യമല്ല കുഞ്ഞെ. എനിക്ക് വേണ്ടി നിങ്ങൾ 4 പേരും മുറി മാറണ്ട. നിങ്ങൾ 4 പേർക്കും വേണ്ടി ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. സായിപ്പ് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, കാപ്പിരികളുടെ പണം തേടേണ്ട കുഞ്ഞെ. നീ വന്ന ഈ വിദേശക്കാരും നീ ഇട്ടിരിക്കുന്ന ഈ ഇറക്കുമതി കുപ്പായവുമെല്ലാം ആ നിധിയിൽ നിന്നുള്ളതാണ്. ഗോപാലപ്രഭുവിൻ്റെ മക്കളാണ് ആ നിധി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ അച്ഛൻ ബിസിനസ് ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അധ്വാനിച്ചാൽ പണം ഉണ്ടാകുമോ കുഞ്ഞെ? എങ്കിൽ നോക്കൂ, അവിടെ 24 മണിക്കൂറും അധ്വാനിക്കുന്നു ആ ചീനവല വലിക്കുന്നവർ. നിങ്ങൾ നേടുന്ന പണം നിങ്ങൾ അർഹിക്കുന്നതാണ്. നീതിയോടെ നിന്റെ അപ്പൂപ്പനും അയാൾക്ക് പിന്നിലുള്ള 3-4 തലമുറയും അധ്വാനിച്ചതിൻ്റെ പങ്കാണ് നിന്റെ ഈ പണവും സുഖവും. എല്ലാം എടുത്തു തന്നു കഴിഞ്ഞു കുഞ്ഞെ. ഇനി ഒന്നും ബാക്കിയില്ല. പക്ഷേ അനർഹമായി നീ അത് നേടിയെടുക്കുവാൻ വന്നല്ലോ. കഷ്ടം. ഈ അനീതിയുടെ ഫലം അനുഭവിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. പക്ഷേ നിന്റെ അപ്പൂപ്പനെ അതൊന്നും കാണാനിടയാക്കില്ല. അയാൾ അതൊന്നും കാണേണ്ടവനല്ല. ഒന്നും ഞാൻ ചെയ്യുന്നതല്ല മോനെ. അവരവരുടെ വിധി. ഇനിയെങ്കിലും ബുദ്ധി വരട്ടെ. മോൻ ഇങ്ങോട്ട് കിടന്നുറങ്ങിക്കോളൂ. ഉറക്കം കളയണ്ട. ഗോപാലിൻ്റെ മകൻ എന്നും സ്വസ്ഥമായി ഉറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നെടുവീർപ്പിട്ടുകൊണ്ട് അയാൾ മെല്ലെ ഇറങ്ങി നടന്നു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ പയ്യൻ സായിപ്പിൻ്റെ ചാരി കസേരയിൽ ഇരിക്കുകയാണ്. മറ്റുള്ളവർ സായിപ്പിൻ്റെ കട്ടിലിൽ ഉറക്കമാണ്. ചാരിയ കതക് തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. അപ്പൂപ്പൻ കൈയും കെട്ടി കാത്തു നിൽക്കുകയാണ്. പയ്യൻ മുഖം കുനിച്ചു. ഞങ്ങൾ ഇന്നലെ കുറച്ചു നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു. ഉണർത്തണ്ട എന്ന് കരുതി. പറഞ്ഞിരുന്നില്ലേ ഞാൻ? വേണമായിരുന്നോ? അയാളുടെ മുഖത്ത് ദേഷ്യവും വിഷാദവും നിറഞ്ഞു. പിന്നെ അയാൾ മെല്ലെ ചോദിച്ചു, എൻ്റെ മോന് നിധി കിട്ടിയോ? പയ്യൻ ഞെട്ടി. സായിപ്പിനെ കണ്ടിരുന്നോ? അവൻ കള്ളം പറഞ്ഞു. എന്നാൽ ഞാൻ കണ്ടു. അതും പറഞ്ഞ് ഗോപാലപ്രഭു തിരിഞ്ഞു നടന്നു. 55 വർഷത്തിനു ശേഷം ആദ്യമായി സായിപ്പിൻ്റെ സ്വപ്നം കണ്ട് ഇന്നലെയാണ്. സ്വപ്നമോ? അതോ? ഗോപാല, സായിപ്പ് കട്ടിലിനടുത്ത് വന്നിരുന്നു. ഒരുപാട് പ്രായമായ ആളല്ലേ, ക്ഷമിക്കണം. ഇത്രയും കാലം പിന്നെയും നിന്നെ കാവൽക്കാരനാക്കി വെച്ചത്. കുറച്ചുനാൾ കൂടി നിന്റെ മക്കൾക്കും ചെറുമക്കൾക്കും ക്ഷമിക്കാമായിരുന്നു. നിനക്കിനി അധിക നാളില്ലല്ലോ. ഗോപാലപ്രഭു പറഞ്ഞു. എന്നെ കുറ്റപ്പെടുത്തരുത്. ഒരിക്കലുമില്ല. ആർത്തിയെ നമുക്ക് തടുക്കാനാവില്ല. മതി, ഇനി ഒരു യാത്രയ്ക്കൊരുങ്ങിക്കോളൂ. പിറ്റേന്ന് രഹസ്യമായി ഒരു ഭാണ്ഡവുമെടുത്ത് ഇറങ്ങിപ്പോയതാണ് ഗോപാലപ്രഭു. മക്കൾ അന്വേഷിക്കാത്ത ഇടമില്ല. പിന്നെ അവരും അങ്ങ് വിട്ടു. പക്ഷെ പെട്ടെന്നാണ് കേറിയ പണം 10 ഇരട്ടി വേഗത്തിൽ കീഴോട്ടൊഴുകാൻ തുടങ്ങിയത്. തന്ത പോയതോടെ മക്കളുടെ കെട്ടുറപ്പും നീതിബോധവും എല്ലാം പോയി. തമ്മിലടി. അവിടെ തുടങ്ങിയ പതനം. ഒടുവിൽ കടം കയറി. ചിലർ ആത്മഹത്യ, ചിലർ ഇങ്ങനെയൊക്കെ. ചൈതന്യപ്രഭു മടങ്ങി വന്നു. ഞങ്ങൾ രണ്ടും കൂടി കപ്പലണ്ടി കൂടി വാങ്ങി. സായിപ്പന്മാരിൽ നിന്നും വല്ലതും കിട്ടിയോ? കിട്ടി. ഒരാഴ്ചത്തേക്ക് ഒരു ഡബിൾ റൂം വേണമെന്നാണ് അവർക്ക്. കമ്മീഷൻ കിട്ടിക്കാണുമല്ലോ അല്ലേ? ചൈതന്യപ്രഭു ചിരിച്ചു. ഞാൻ നിങ്ങളുടെ ഫാമിലി കഥ പറഞ്ഞു കൊടുത്തു. കുഴപ്പമില്ലല്ലോ? സ്റ്റീവൻ പറഞ്ഞു. എന്തു കുഴപ്പം സാർ? പുതിയ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഇന്നുള്ളവർ വിചാരിക്കുന്നത് അവർ ഉണ്ടാക്കുന്നതെല്ലാം സ്വയം ഉണ്ടായിരുന്നുവെന്നാണ്. അങ്ങനെയൊന്നുമല്ല. അന്ന് സായിപ്പിന്റെ മുറിയിൽ കയറിക്കിടന്ന പയ്യൻ ഈ പ്രഭുവിന്റെ വല്യച്ഛനാണ്. സ്റ്റീവൻ പറഞ്ഞു. അതെ, അങ്ങേർ കുടിച്ചാണ് മരിച്ചത്. എല്ലാം തകർത്തത് താനാണെന്ന കുറ്റബോധം. ഈ കടപ്പുറത്ത് ചത്തുകിടന്നത്. ചൈതന്യപ്രഭു പറഞ്ഞു. ഇപ്പോൾ ആ സ്വത്തെല്ലാം തിരികെ നിധിയായി മാറിയിരിക്കും. അതിപ്പോൾ തിരികെ നിധിയായി ഭദ്രമായിരിക്കും. അതെ, ചൈതന്യപ്രഭു പറഞ്ഞു. ഞങ്ങൾക്ക് തന്നെ അത് കിട്ടും. പക്ഷേ എന്ന്? ചെയ്ത പാപമൊഴിഞ്ഞ് എത്ര തലമുറ കഴിഞ്ഞ് എന്ന് പറയാനാവില്ല. കാലവും ദേശവും എല്ലാം മാറാം. നമ്മുടെ പേരും ജന്മവും കാലവും മാറാം. പക്ഷേ എല്ലാത്തിനും ആ നീതിബോധം മടങ്ങണം. സായിപ്പിൻ്റെയും അപ്പൂപ്പൻ ഗോപാലപ്രഭുവിൻ്റെയും നീതിബോധം. ചിലപ്പോൾ കാലവും ദേശവും ഒന്നും മാറേണ്ടി വരില്ല. ഒരുമിച്ചില്ലെങ്കിലും കുറച്ച് മടങ്ങി വരും. ചൈതന്യപ്രഭുവിന് നല്ലൊരു മനസ്സുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ആശ്വസിപ്പിച്ചു. ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് സാർ. എനിക്ക് നന്മയെ വന്നിട്ടുള്ളൂ. അങ്ങനെ വിശ്വസിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സൈഡ് ബിസിനസ്സായും മറ്റും അല്ലലില്ലാതെ പോകാനുള്ളത് കഷ്ടിച്ചെങ്കിലും കിട്ടുന്നുണ്ട്. മകന് ഇക്കൊല്ലം MBBSന് അഡ്മിഷൻ കിട്ടി. പഠിച്ചു കിട്ടിയതാണ്. ദൈവവും ഞങ്ങളുടെ പുറപ്പെട്ടു പോയ അപ്പൂപ്പനും കെട്ടുനിന്ന് ചതിക്കാതിരിക്കട്ടെ. അവനും തങ്കപ്പെട്ട മനസ്സാണ് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലാത്തത് ചെയ്യില്ല. ചൈതന്യപ്രഭു പറഞ്ഞു. നീതിമാനാണ് സായിപ്പിന്റെ പ്രേതം. നീതിയുടെ വഴിക്കാണ് ഞങ്ങളെങ്കിൽ ഉറപ്പ്. ആ നിധി ഇളക്കം തട്ടിയിരിക്കുന്നു. അത് പതിയെ ഞങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. വീണ്ടും ഇത്തവണ സായിപ്പ് പക്ഷേ സൂക്ഷിച്ചേ തരൂ. പഴയ അനുഭവം. ഇനി അബദ്ധം പറ്റരുത്, സ്റ്റീവൻ വിളിച്ചു പറഞ്ഞു. അതെ. നടക്കുന്നതിനിടയ്ക്ക് ചൈതന്യപ്രഭു ചിരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണുമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.